ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ പായും തലയാണൊക്കെ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? പറ, എവിടെ പോകുന്നു? നമ്മൾ എവിടെ പോകുന്നത് വെച്ചാൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. സ്ഥലത്ത് ഇപ്പോഴൊന്നും പ്രതീക്ഷയില്ല. നോക്കാം. അപ്പം നമ്മൾ എവിടേക്ക് പോകുന്നല്ലേ? നമ്മൾ റാസൽ ഗൈമയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവർ വേറെ കാറിലാണ്. അപ്പം നേരത്തെ ജിത്തോടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. കാരണം ഇപ്രാവശ്യം റാസൽ ഗൈമയിൽ കുറച്ചൊരു നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിയമങ്ങൾ വെച്ചാൽ ഈ ഫയർ വർക്ക് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി പാർക്കിങ്ങിനൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഫ്രീ രജിസ്ട്രേഷനാണ്, പക്ഷെ അതൊക്കെ മുൻകൂട്ടി ചെയ്താലാണ് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു വിവരം നമ്മൾ അറിയാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി പോയി. അത് കാരണം പാർക്കിംഗ് കിട്ടിയില്ല. അപ്പം ഒരു റിസ്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. അതാണ് ജിത്തോടെ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഭയങ്കര ട്രാഫിക്കാണ്. വേറൊരു വഴിയിലൂടെ പോയപ്പോൾ അവിടെ ഓൾറെഡി റോഡ് ബ്ലോക്കാക്കി പോലീസ്. അപ്പം അവർ തന്നെയാണ് ഈ ഒരു വഴി പറഞ്ഞത്, ഇതിൽ കൂടി പോകാന്നുള്ളത്. ഭയങ്കര ഒരു അരമണിക്കൂർ കൊണ്ട് എത്തുന്നത് ഒരു മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത്. അത്രയ്ക്കും ട്രാഫിക്കാണ് ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടാ. പാർക്കിങ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല അവരങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് വന്നപ്പോൾ തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടി. നല്ലൊരു സ്പേസ് തന്നെയാണ് കിട്ടിയത്. നമ്മൾ കാറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതിന് നമുക്കിവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യണുണ്ടോ. മറ്റാ സൂന പണിക്കണം. എനിക്കറിയാം നിന്റെ മണ്ടത്ര ഇങ്ങനത്തെ ഉണ്ടെന്ന് അറിയാം. ടിഷ്യൂ കൊണ്ട് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ റാസൽ ഗെയിമിൽ ഫയർ വർക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാർബിക്യൂ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. ഇവർ ഫസ്റ്റ് ടൈം കേട്ടോ വരുന്നത് ഇങ്ങോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടാണ്. വന്നപ്പോൾ തന്നെ നമ്മൾ ഫുൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഗ്രില്ലിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ, ഫയർ വർക്കിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവാം എന്നതാണ് പ്ലാൻ. അപ്പം ഇവരൊക്കെ ഇപ്പോൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു. നല്ല ചൂടുണ്ടോ? അഭിയേട്ടനെ ആക്കിയോണ്ടാണ് അഭിയേട്ടന് ഇത്ര തോര. നല്ല ചൂടുണ്ട്, ചൂടുണ്ട് മസാല ആക്കിയോണ്ട്. പക്ഷെ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ല അല്ലേ?
കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലത്തിന്റെ പല്ല നമ്മുടെ ടീം ഇറങ്ങും. ആയാ അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഗ്രില്ലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫയർ വർക്ക് നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. 12 മണി ആവാറായി. ഇതാ ഫയർ വർക്ക് തുടങ്ങി കേട്ടോ. അവിടത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഓടുന്നത്. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് ഫയർ വർക്ക് നടക്കുന്നത്. ബീച്ചിൻ്റെ സൈഡിലാണ്.
ആർമി പാട്ടൊന്നല്ല, എങ്ങനെ എങ്ങനെ നമ്മളങ്ങനെ ഫയർ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ. അടിപൊളിയായിരുന്നു ഫയർ വർക്കും. അതുപോലെ തന്നെ ഡ്രോൺ ഷോ ഒക്കെ ഗിന്നസ് റെക്കോർഡിൽ വരാനുള്ള ഡ്രോൺ ഷോ ഒക്കെ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഗ്രില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഇവരാരാണ് ചിറ്റി? അതിന് ഷുഗറല്ല ഇത്തവണ മേണിക്കുന്നത്. എന്നോട് ഇന്നലെ പറഞ്ഞു, എന്നോട് ആരും അതിട്ട് വിളിക്കണ്ടാവും. സമയം 7:30 ആയിട്ടോ. ഓരോ ആൾക്കാരായിട്ട് എണീറ്റ് വരികയാണ്. അടിപൊളിയായിരുന്നു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഒരേ വൈബിലുള്ള ആൾക്കാരുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ, അതാണ് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇന്നലെ അന്താക്ഷരിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ തന്നെ വെളുപ്പിന് 3:30 ആയിട്ടോ. അതിൻ്റെ ഉറക്കക്ഷീണം എല്ലാവർക്കും ഉണ്ട്. പിന്നെ പെട്ടെന്ന് എണീറ്റ് വീട്ടിൽ പോയിട്ട് തന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എണീറ്റത്. എന്തായാലും ന്യൂ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായി. ഈ ഒരു വർഷം മുഴുവൻ നല്ല സന്തോഷത്തോടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ. നമുക്കെന്തായാലും നോക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഇപ്പം സമയം 8 മണിയാണ് കേട്ടോ. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിക്കലായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് ശേഷം റൂമിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് വെജ്മയിലേക്കാണ്. അവരും അജ്മാനിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സിന് പോകേണ്ടത് ഷാർജ ദുബായിലായിട്ടാണ്. അപ്പം അജ്മാനിലേക്ക് കയറി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ വെജ്മയിലെത്തി മസാല ദോശയും നല്ല ചൂട് കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ റാസൽ ഗെയിമിലൊക്കെ പോയി വെടിക്കെട്ട് കണ്ടു, ക്യാമ്പിംഗ് പരിപാടികളൊക്കെ ചെയ്തു. എന്താ പറയുക, അടിപൊളിയായിരുന്നു അല്ലേ? ഇത്തോടെ സൈഡായി, എല്ലാവരും ഭയങ്കരത്തിൽ ടയർഡായി. ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. ഫ്രണ്ട്സൊക്കെ അവർ പോയി. ഇവിടുന്ന് നേരെ അജ്മാനിലേക്ക് വന്നിട്ട് ഇവിടുന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വെജ്മീന്ന്. ഓക്കെ, അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് സ്വാഹ കിടന്നുറങ്ങണം. ബാക്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്, ബെഡ്ഷീറ്റും മറ്റേ ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ട്, ക്യാമ്പിങ്ങിൻ്റെ ഐറ്റംസ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ